എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സേതുവും പല്ലവിയും കൂടെ ഷൺമുഖന്റെ കയ്യിൽ നിന്ന് പണമൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് സേതുവിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഒരു പക്ഷെ പല്ലവി ഇല്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനും, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ അവസ്ഥയിൽ തന്നെ കര പിടിച്ച് കയറ്റിയത് അവളാണ്. അവളില്ലായിരുന്നെങ്കിൽ ഈ വിവാഹം മുടങ്ങും. എല്ലാവരുടെ മുന്നിൽ താൻ നാണം കിട്ടി നിൽക്കേണ്ട വന്നേനും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് ഒരുപോലെ സങ്കടവും സന്തോഷവും എല്ലാം വന്നു. പെട്ടെന്ന് പല്ലവി എന്താ സേതുവിനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയാം. എനിക്കറിയാം ഒരു പക്ഷേങ്കില് ഈ സമയത്ത് സേതുവേട്ടൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടല്ലേ, ഈ നന്ദിയും കടപ്പാടിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടല്ലേന്ന് ചോദിക്കും. അത് തന്നെയാന്ന് പറയണേ. അതെ, ഇതിന് നന്ദിയും കടപ്പാടിന്റെ ഒന്നും ആവശ്യമില്ല, അറിയാലോ. സേതുവേട്ടൻ എന്ന് പറഞ്ഞ എന്റെ ആരാന്ന് ചോദിക്കും. ഇത് കേട്ടോ സേതു ഒരു നിമിഷം ഒന്ന് മിണ്ടായിരുന്നു. പെട്ടെന്ന് പല്ലവി പറഞ്ഞ് സേതുവേട്ടൻ അറിയില്ലല്ലേ, പക്ഷെ എനിക്കറിയാം സേതുവേട്ടൻ എന്റെ ആരാന്നുള്ള കാര്യം. അതുകൊണ്ട് സേതുവേട്ടൻ ഈ സമയത്ത് സഹായിക്കേണ്ട ഞാനാണ്. അച്ചു എന്ന് പറഞ്ഞ എന്റെ അനിയത്തിയും കൂടെ അല്ലേ, അവളുടെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണ്ടേ. എന്റെ ഉത്തരവാദിത്വം കൂടെ അല്ലേ സേതുവേട്ട. അപ്പൊ സേതുവേട്ടൻ പേടിക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഒരു തളർച്ച വന്നിട്ടുണ്ടെങ്കിൽ അടുത്തയാളെ താങ്ങണ്ടല്ലേന്ന് ചോദിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുമ്പോ കുറുപ്പമ്മാവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറുപ്പമ്മാവൻ മിത്രനൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവര് വീട്ടിലേക്ക് കയറി വരുന്നത്. കുറുപ്പാവൻ ചോദിച്ചു, അല്ല ഇതെന്താ രാവിലെ രണ്ടുപേരും കൂടി ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സേതു പറഞ്ഞു, അത് പിന്നെ അമ്മാവ് കുറച്ച് പൈസയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു പറയാണ്. ഈ സമയം പല്ലി പറഞ്ഞു, അതെ കുറുപ്പമ്മാവൻ ഇപ്പോഴാണ് വരുന്നേ, കുറച്ച് നേരത്തെ വരണ്ടേ, ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടതും കുറുപ്പമ്മാവൻ പറഞ്ഞു, അത് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ടാ വരാൻ പറ്റായിരുന്നു പറയണം. അതെ എന്നാ ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് സേതുവിനെ മാറ്റെടുത്ത് കുറുപ്പമാവൻ ചോദിച്ചു, പൈസയുടെ കാര്യമൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുക. ഇത് കേട്ടത് സേതു പറഞ്ഞു, പൈസയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാ കുറുപ്പമാവ്. ഇപ്പം കൃത്യസമയത്ത് പണം തരാന്ന് പറഞ്ഞ ആള് ചതിച്ചു, പക്ഷെ പല്ലവി ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത് കേട്ടതും കുറുപ്പമാവൻ ചോദിച്ചു, അല്ല പൈസ കിട്ടിയല്ലോ അല്ലേന്ന് ചോദിക്കുക. റെഡി ആയിട്ടുണ്ട് പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന്, എന്നാലും കൃത്യസമയത്ത് തന്നെ പല്ലവി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയെന്ന് പറയാം. ഇത് കേട്ടതും കുറുപ്പമാവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവളെ നീ കൈവിടാൻ നോക്കണം, ഒരു കാരണവശാലും അവളെ തള്ളിക്കളയരുത്. അന്ന് തിരുമേനി വന്നപ്പോ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അവള്, നിന്റെ വലതു കൈയായിട്ട് എപ്പോഴും അവൾ ഉണ്ടായിരിക്കണമെന്ന്. ഒരു കാരണവശാലും ആ കയ്യിലെ പിടിവിടല് ഈ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന അവളാണ്. പല്ലവി കാരണം ഇവിടെ പല പ്രശ്നങ്ങളും ഇല്ലാതായി തീരും. അതുകൊണ്ട് പല്ലവി ഈ കുടുംബത്തിൽ വേണം, അവളെ നീ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, എനിക്കറിയാം കുറുപ്പമ്മാവ, അതുകൊണ്ടല്ല ഞാൻ അവളെ കൈവിടാതെ കൊണ്ടു നടക്കണമെന്ന് ചോദിക്കുക. ഒരു പക്ഷേങ്കില് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങിയേനെ. വിളിച്ചവരുടെ മുന്നില്, അത് മാത്രല്ല അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുന്നിൽ ഞാൻ നാണം കിട്ടി നിൽക്കേണ്ട വന്നേനെ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതിനേക്കാൾ ഉപരി എന്റെ അച്ഛന്റെ മുന്നില്, അച്ഛനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തുന്ന. അതെനിക്ക് നടത്താതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരാങ്ങളെയാന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ വലിയേട്ടനാന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം. കുറുപ്പാമ്മ പറഞ്ഞു, ഇനിയിപ്പ ആ കാര്യത്തിലൊരു പേടി വേണ്ടല്ലോ എന്ന് പറയണം. ആ സമയം പല്ലവി അകത്തേക്ക് ചെന്നപ്പത്തേനും ബേബിച്ചേച്ചി ചായയൊക്കെ ഇടുകയാണ്. ബേബിച്ചേച്ചിയുടെ ചായ ആയെന്ന് ചോദിക്കുക. ഇതേ ചായ ഇപ്പൊ തന്നെ എടുത്തരാന്ന് പറയണം. അങ്ങനെ ചായ എടുത്തു കൊടുത്തു. പല്ലവി പിന്നെ ചായയൊക്കെ ആയിട്ട് കുറുപ്പമ്മാവന്റെ സേതുവിന്റെ മിത്രന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണ്. എന്തേ ചായ കുടിക്കാൻ പറയണം. അങ്ങനെ ചായയൊക്കെ അവർക്ക് കൊടുത്തു. ചായയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് നീങ്ങുമ്പത്തേനും അവിടെ ശ്രീഹരിയൊക്കെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അച്ചു അങ്ങോട്ടേക്ക് വന്നു. അച്ചു വന്നിട്ട്, ആഹാ ഇവിടെ പല്ലവി ചേച്ചി നിൽക്കുവാണ്, അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ഒന്ന് ഒരു കാര്യം ചെയ്യുക, നീ ഈ ചായ അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറയണം. ഇങ്ങനെ അച്ചു എന്ത് ചെയ്യണം, ചായയൊക്കെ ആയിട്ട് നേരെ ശ്രീഹരിയുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ശ്രീഹരി ഉണ്ണിക്കുട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പന്തലിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ചായ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ചായ എന്ന് പറയുന്നത്. ശ്രീഹരി ചായ വാങ്ങിച്ചു. പക്ഷെ അച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി പോലില്ല. അച്ചു അത് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് ശ്രീഹരിയോട് ചോദിച്ചു, മധുരം ഉണ്ടോ? മധുരം കറക്റ്റ് ആണെന്ന് ചോദിക്കാം. മതി, ഈ മധുരം മതി എന്ന് പറയണം. ശ്രീഹരിയുടെ മുഖം കണ്ടിട്ട് കുറച്ചുകൂടെ മധുരം വേണമെന്ന് തോന്നില്ലോ എന്ന് പറയണം. ശ്രീഹരിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഉണ്ണിക്കൂട്ട ശ്രീഹരിനെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് അച്ചു പറഞ്ഞു, എന്താ ശ്രീഹരി എന്താ കുഞ്ഞിരിക്കുന്നത്, എന്റെ മുഖത്തേക്ക് നോക്കാത്ത എന്താന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അച്ചു നേരെ അകത്തേക്ക് കയറി പോരുവാണ്. ഈ സമയം മിത്രനും കൂടി എന്നിട്ട് ശ്രീഹരിയോട് ചോദിച്ചു, എന്താടാ അവൾ എന്താ നിന്നോട് എന്തോ പറയുന്ന കേട്ടല്ലോ. ഒന്നുമില്ല മിത്രേട്ടാ, എടാ ഒരു കാര്യം എനിക്കറിയാം, അവൾക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടാട്ടോ. അവളുടെ മുഖം കണ്ടാ അറിയാം. ഇനിയും നിനക്ക് സമയമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. നീ ധൈര്യമായിട്ട് നിന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറ, ഇനി വൈകിപ്പിച്ചു കൂടാന്ന് പറയാണ്. ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു, എന്തൊക്കെ പറയണേ മിത്രേട്ടൻ, മിത്രേട്ടന് വേറൊരു പണിയില്ലേ?
എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. മിത്രന് മനസ്സിലായി ശ്രീഹരിയുടെ ഉള്ളിലുള്ള എന്താന്ന്. കാരണം അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ സേതുവിനെ എല്ലാരും ഭയക്കുന്നുണ്ട്. ഒരു പക്ഷെ ഇതാ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട്. ആ സമയം പല്ലവി നേരെ പൂർണിമയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ പൂർണിമ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? അമ്മ റെഡിയാവുന്നൊന്നുമില്ലേ? കാരണം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് അവര് സാരി കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം റെഡിയാവുന്നൊന്നും ഇല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ പറഞ്ഞു, ഞാൻ റെഡിയാവാനായിട്ടോ? എനിക്കിതൊക്കെ മതി എന്ന് പറയണ. എന്ത്? അല്ല അത് പിന്നെ ഞാൻ വേറെ വേഷമൊന്നും മാറുന്നില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഇതുപോലത്തെ സാരി ഒക്കെ കൊടുത്താണ് നിൽക്കുന്നത്. അവരൊക്കെ വരുമ്പോൾ നല്ല പ്രൗഢിയോട് കൂടി നിൽക്കണ്ടേ? പൊന്നുമടത്തിലെ മാധവമേനന്റെ ഭാര്യയല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരിയാ പല്ലവി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ മാധവേട്ടൻ മരിച്ചിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ. ഒരാണ്ട് പോലും തികഞ്ഞിട്ടില്ല. അപ്പൊ വരുന്നവരെന്താ വിചാരിക്കുക? ഞാൻ ഭയങ്കര ഒരുങ്ങി കെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിഷമമൊന്നുമില്ല. അവള് കണ്ടില്ലേ ഭർത്താവ് മരിച്ച് ഒരാണ്ട് തികയുന്നതിന് മുമ്പ് കോലം കെട്ടി ഇരിക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറയും. വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് അത് പറയിപ്പിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അമ്മയോട് ആരാ പറഞ്ഞു ഇതൊക്കെ? അതൊക്കെ വെറുതെ അമ്മയുടെ തോന്നൽ മാത്രം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം നമ്മൾ ധരിക്കണം. വേഷത്തിലൊന്നുമല്ല കാര്യം. നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ മാത്രം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ നാണിച്ച് മടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വേഷം അമ്മ ധരിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരുങ്ങാതെ ഇങ്ങനെ ഒരുമാതിരി മരിച്ചു വീട്ടിൽ ചെല്ലുന്ന പോലെയാണ് അമ്മ ഇരിക്കണ്ടേ. അമ്മയല്ലേ എല്ലാ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തി നിൽക്കണ്ടേ. ഈ വീട്ടിലെ കാർന്നോത്തി അമ്മയല്ലേ. അപ്പൊ അമ്മ വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥയിൽ ഇങ്ങനെ പൂർണ്ണിമ നോക്കുകയാണ്. പല്ലവി പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞത് നിങ്ങൾ വിളിച്ചോണ്ട് പോയിട്ട് സാരിയൊക്കെ എടുത്തോണ്ട് കൊടുത്തിട്ടുണ്ട്. അതെ ഇത് വേണം ഉടുക്കാനായിട്ട്. അപ്പൊ എല്ലാരും സെറ്റ് സാരി ആ മോഡൽ ഉടുക്കാണ്ട് തീരുമാനിച്ചു. ഇത് വേണം അമ്മ ഉടുക്കാനെന്ന് പറയണം. ആ സമയത്ത് പൂർണിമ അലമാരി തുറന്നിട്ട് അച്ഛനെ അണിയാനുള്ള ആഭരണം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അല്ല ഇത് പോരെ മോളെ അവളെ എന്ന് അണിയിക്കാനെന്ന് ചോദിക്കുക. മതിമേ ധാരാളം മതി. അച്ഛന്റെ കാര്യം അറിയാലോ. അവൾക്ക് ഈ സ്വർണത്തോടും പണത്തിനോടും ഒട്ടും ആർത്തിയില്ലാത്ത കൂട്ടത്തില. അതുകൊണ്ട് അവൾക്ക് ഇത് മതി എന്ന് പറയാം. എന്നാ ശരി മോളത് കൊണ്ടേ അവള് റെഡിയാക്കും ഒരുക്കാനൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണ പറഞ്ഞ് ഞാൻ റെഡിയാവട്ടെ എന്ന് പറയാണ്. പിന്നീട് പല്ലവി മുറിയിലേക്ക് പോയിട്ട് പല്ലവി റെഡിയാവുന്നൊക്കെ ഉണ്ട്. പല്ലവി റെഡിയായിട്ട് നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അച്ഛൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ ഉടുക്കുന്നതിന് പകരം അച്ഛൻ വന്നൊരു ലാച്ച പോലെ ഒരെണ്ണമായിരുന്നു ഇട്ടിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അച്ഛനെ. സെറ്റിന്റെ ആ ഒരു കളറുള്ള അതുപോലത്തെ ലാച്ചയൊക്കെയായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട് പല്ലവി പറഞ്ഞു, ആഹാ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം. ആ സമയം ഋതു സാദിയൊക്കെ അടുത്തുണ്ടായിരുന്നു. പല്ലവി എന്നാൽ അവർക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ ഇത് പൂർണ്ണിമ തന്നു വിട്ടാ, ഇത് ഇട്ട് വേണം ഇന്ന് ഇറങ്ങാനെന്ന് പറയാണ്. അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടമായിപ്പോയി അച്ഛന്. കാരണം അച്ഛന്റെ ഓർമ്മകൾ അവളെ വേട്ടയാടുവാണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം തനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാന്നൊക്കെ അച്ഛനോട് പറഞ്ഞത്. അത് അമ്മ ഇന്ന് തനിക്ക് വേണ്ടി എടുത്തു തന്നിരിക്കുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അച്ഛന്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ അച്ഛൻ? ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് പല്ലവിയും കൂടെ ചേർന്നിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് അച്ഛനെ റെഡിയാക്കുവാണ്. പക്ഷെ ആ സമയത്തൊക്കെ അച്ഛൻ്റെ മനസ്സ് ഇവിടെയെങ്കിലും ഇല്ലായിരുന്നു. അച്ഛൻ എന്തോ വേണ്ടാത്ത എന്തോ ഒരു കാര്യം ചെയ്യുന്ന പോലെയായിരുന്നു. മുഖത്ത് സന്തോഷം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകായിരുന്നു. പല്ലവി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് എല്ലാവരും റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സാരി കൊടുക്കാനായിട്ട് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരുവാണ്. പ്രതാപനും പത്മയും നിഖിലും അവരെല്ലാരും കൂടെ വരുന്നുണ്ട്. ശ്രീദേവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സ്വർണ്ണമൊക്കെ ഇട്ടാണ്ടാ വരുന്നേ നിഖിലിന്റെ അമ്മ. കാരണം അവർക്ക് അങ്ങനെയാണല്ലോ, സ്വർണത്തോടും പണത്തോടും ഇച്ചിരി ആർത്തി കൂടുതലുണ്ട്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ അവരെല്ലാം കൂടെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ഇറങ്ങി ചെന്ന് അവരെ സ്വീകരിച്ച് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് കുടിക്കാനൊക്കെ കൊടുത്തതിന് ശേഷമാണ് പുടവ് കൊടുക്കൽ ചടങ്ങൊക്കെ നടത്തുന്നത്. അങ്ങനെ ചടങ്ങുകളൊക്കെ നടത്തുന്ന സമയത്ത് പതുക്കെ നിഖിലിനോട് പറഞ്ഞിടാ, ഇപ്പോഴെങ്കിലും നീ സ്വർണത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കണം. ഇനി കല്യാണത്തിന് ദിവസമില്ല എന്ന് പറയാണ്. 2 ദിവസം കഴിയുമ്പോൾ കല്യാണമാ. അതുകൊണ്ട് നീ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നിഖിലോ അമ്മയൊന്നും മിണ്ടാതിരിക്കുക. ഞാൻ എങ്ങനെ ഇപ്പൊ പറയണമെന്ന് ചോദിക്കാം. മിണ്ടായിരുന്നിട്ട് കാര്യമില്ല, എന്നാൽ ഞാനിപ്പൊ പറയൂന്ന് പറയാം. ഇത് കേട്ടെന്ന് പ്രധാനം പറഞ്ഞു, അതെ ചേച്ചിയൊന്നും മിണ്ടായിരിക്കാം, നമുക്കത് പിന്നീട് സാവധാനിച്ച് സംസാരിക്കാന്ന് പറയാണ്. പൂർണ്ണിമയ്ക്ക് മനസ്സിലായി അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ള കാര്യം. പിന്നീട് പൂർണ്ണിമ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. പിന്നീട് പൂർണ്ണിമയുടെ അടുത്തേക്ക് പ്രതാപം ചെന്നിട്ട് പറഞ്ഞു, അതെ ശ്രീദേവി ചേച്ചിയൊക്കെ ചോദിച്ചു എന്ത് കൊടുക്കുന്നു അച്ഛന്, എന്ത് കൊടുക്കുന്നു? അല്ല സ്വർണ്ണമൊക്കെ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലേ പ്രതാപ, ഇനിയിപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അങ്ങനെയല്ലല്ലോ ചേച്ചി, പെണ്ണിനെ കെട്ടിച്ചൂടല്ലേ. അപ്പൊ അവര് കുറെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ. കാരണം അവർക്ക് ഇതിനേക്കാളും കൂടുതൽ ആസ്തിയുള്ളടത്ത് കെട്ടാൻ വകുപ്പുണ്ടായിരുന്നു. പക്ഷേങ്കില് എന്താ പ്രതാപ അങ്ങനെ പറയണേ? ഞങ്ങളുടെ അച്ഛന് അത്ര മോശം കുട്ടിയാണ് നിൽക്കും. അല്ല അതുകൊണ്ട് പറഞ്ഞല്ല,
പിന്നെന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും. അല്ല ഞാനങ്ങനെ അങ്ങ് പറഞ്ഞോളൂ. അത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, അതെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറയാണ്. ആ സമയം ശ്രീദേവി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഓ ഇത്രയൊക്കെ ഉള്ളോ, ഇത് മാത്രമുള്ളോ, ഇങ്ങനെയായിരിക്കുമോ കല്യാണത്തിന് വരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പത്തേനും അച്ചു ചോദിച്ചു, എന്ത്, അല്ല ഈ ഒരു മാല മാത്രം ഉള്ളോ ഈ വീട്ടിൽ നിന്ന് ചോദിക്കുകയാണ്. കാരണം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു മാല മാത്രം ഇട്ടുകൊണ്ടാണ് അവർ വന്നപ്പോൾ ഒരുങ്ങിയിരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, അതിന്റെ കല്യാണമല്ലല്ലോ, ഇത് ഒരു പുടവ കൊടുക്ക ചടങ്ങ് മാത്രമല്ലേന്ന് ചോദിക്കുക. ശ്രീദേവി പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല, എന്റെ മകൻ എന്താണെങ്കിലും കെട്ടിവരുന്ന പെണ്ണ് ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞു കയറി വരണമെന്ന് എന്റെ മനസ്സിലെ ആഗ്രഹം, അതിനെനിക്കൊരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്തും മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഋതുവും അച്ചുവൊക്കെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.